ഇന്നത്തെ വീഡിയോ ഡോബർമാൻ പിൻഷറിനെ പറ്റിയാണ്. വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു നായ് ജനുസാണ് ഡോബർമാൻ പിൻഷർ. സാധാരണ ഈ ജനുസ് ഡോബർമാൻ എന്നറിയപ്പെടുന്നു. ഡോബർമാൻ ജനുസ് അവയുടെ ധൈര്യത്തിനും ബുദ്ധിശക്തിക്കും വിശ്വസ്തതയ്ക്കും പേര് കേട്ടവയാണ്. കാവലിനും പോലീസ് നായയായും ഇവയെ വളരെയധികം ഉപയോഗിച്ചു പോരുന്നു. 1890-ൽ ജർമ്മനിയിലെ അപ്ലോഡയിലാണ് ഡോബർമാൻ ജനുസ് ഉരുത്തിരിഞ്ഞത്. ലൂയിസ് ഡോബർമാൻ എന്നാളായിരുന്നു ശ്രദ്ധാപൂർവമായ പ്രജനനത്തിലൂടെ ഇവയെ സൃഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഡോബർമാൻ എന്ന് ഈ നായ ജനുസിന് പേര് ലഭിച്ചത്. പ്രാദേശിക നികുതി പിരിവുകാരനായിരുന്ന ലൂയിസ് ഡോബർമാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിൽ പലപ്പോഴും കൊള്ളക്കാരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകണമായിരുന്നു. അതുകൊണ്ടുതന്നെ ഒരു സംരക്ഷണ നായയെ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടിക്കുന്ന ജോലിയും ചെയ്തിരുന്ന അദ്ദേഹം അവയിൽ നിന്നൊരു നായ ജനുസിനെ ഉരുത്തിരിഞ്ഞെടുത്തു. ശക്തിയും വിശ്വസ്തതയും ബുദ്ധികൂർമ്മതയും ആക്രമണത്വരയും ഒത്തിണങ്ങിയ ഒരു നായ ജനുസായിരുന്നു ലൂയിസ് ഡോബർമാൻ്റെ ഉന്നം. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഡോബർമാൻ ജനുസ് വികസിപ്പിച്ചെടുക്കാൻ ഉപയോഗിച്ച നായ് ജനുസുകൾ ഏതെല്ലാമാണെന്ന് ഇപ്പോഴും വ്യക്തമായി ആർക്കും അറിയില്ല. റോട്ട്വെയിലർ, തുർജിയൻ ഷെപ്പേർഡ്, ജർമ്മൻ പിൻഷർ, ജർമ്മൻ ഷെപ്പേർഡ്, വെയ്മാനർ, ഗ്രേറ്റ് ഡെയിൻ, ഗ്രേ ഹൗണ്ട് എന്നീ ജനുസുകളിൽ നിന്നാണ് എന്നും രേഖകളിലുണ്ട്. ഇടത്തരം വലുപ്പമുള്ള നായയാണ് ഡോബർമാൻ പിൻഷർ. പെൺനായ്ക്കൾക്ക് സാധാരണ 24 തൊട്ട് 27 ഇഞ്ച് വരെയും ആൺനായ്ക്കൾക്ക് 26 തൊട്ട് 28 ഇഞ്ച് വരെയും ഉയരം കാണപ്പെടുന്നു. ഇതുപോലെ പെണ്ണിന് 30 തൊട്ട് 40 കിലോഗ്രാം വരെയും ആണിന് 35 തൊട്ട് 45 കിലോഗ്രാം വരെയും ഭാരം ഉണ്ടാകും. ഈ നായ ജനുസിന് വിരിഞ്ഞ നെഞ്ചും ശക്തവും ഒതുങ്ങിയതുമായ ശരീരവുമാണുള്ളത്. കറുപ്പ് നിറമാണ് ഡോബർമാൻ ജനുസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. 4 നിറങ്ങൾ ഡോബർമാൻ ജനുസിൽ കാണപ്പെടുന്നു. അവ കറുപ്പ്, ചോക്ലേറ്റ്, ബ്രൗൺ, നീല, ഇസബെല്ല എന്നിവയാണ്. 1994 മുതൽ നീല, ഇസബെല്ല നിറങ്ങൾക്ക് FCI അംഗീകാരമില്ല. അതുമൂലം ഈ നിറങ്ങളിലുള്ള ഡോബർമാൻ നായ്ക്കളെ നായ് പ്രദർശനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല. 1976-ൽ ആദ്യത്തെ വെള്ള ഡോബർമാൻ നായ ജനിച്ചു. പെൺനായയാണ് ആദ്യം ഉണ്ടായത്. ഈ നായ തുടർന്ന് അതിൻ്റെ തന്നെ കുട്ടിയുമായി ഇണചേർന്ന് വീണ്ടും ഒരു വെള്ള ഡോബർമാൻ നായ്ക്കുട്ടിയെ ഉൽപ്പാദിപ്പിച്ചു. തുടർന്ന് നായ വളർത്തലുകാർ ശ്രദ്ധാപൂർവമായ പ്രജനനത്തിലൂടെ വെളുത്ത ഡോബർമാൻ പിൻഷർ പരമ്പര സൃഷ്ടിച്ചു. ഡോബർമാൻ പിൻഷർ വാൽ മുറിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന നായ് ജനുസുകളിൽ ഒന്നാണ്. ജനിക്കുമ്പോൾ അവയ്ക്ക് നീളമുള്ള വാൽ ഉണ്ടാവും. സാധാരണ നായ്ക്കളിൽ വാൽ മുറിക്കുന്നത് വാലിന് ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ജനുസുകളിലും, ഉദാഹരണം ബുൾഡോഗിൻ്റെ സ്ക്രൂ ഡെയിൻ വാൽമുറിക്കൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്ന് കരുതുന്ന ജനുസുകളിലുമാണ്. ഡോബർമാൻ ജനുസിൽ വാലിലെ 1-2 കശേരുക്കൾ നിർത്തി ബാക്കി ഭാഗമോ വാൽ മുഴുവനുമായോ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നു. ഡോബർമാൻ ജനുസിൻ്റെ വാൽ മുറിക്കുന്നത് സൗന്ദര്യവർദ്ധനത്തിനായാണ്. ഇന്ന് പല രാജ്യങ്ങളിലും വാൽ മുറിക്കൽ നിയമപരമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഇന്ത്യയടക്കം ഒരുപാട് രാജ്യങ്ങളിൽ ഇത് നിയമവിധേയമാണ്. ഡോബർമാൻ പിൻഷർ ജനുസിൻ്റെ ചെവി മുറിച്ച് ഉയർത്തി നിർത്തുന്ന പരിപാടി പലയിടത്തും ഉണ്ട്. പ്രകൃതിദത്തമായ ചെവി വീണുകിടക്കുന്ന തരത്തിലുള്ളതാണ്. പണ്ട് പ്രധാനമായും കാവൽ ജോലിക്കായി ഉപയോഗിച്ചിരുന്നപ്പോൾ ചെവികൾ മുറിച്ച് ഉയർത്തി നിർത്തുന്നത് കേൾവിശക്തി വർദ്ധിപ്പിക്കാനായിരുന്നു. 7 മുതൽ 9 മാസം വരെ പ്രായമുള്ളപ്പോഴാണ് ചെവി മുറിക്കൽ നടത്താറ്. ചെവികളുടെ ഒരു ഭാഗം മുറിച്ചുമാറ്റി ചെറിയ വടിക്കഷ്ണങ്ങളും തുണിയും ഉപയോഗിച്ച് ചുറ്റിക്കെട്ടി ഉയർത്തി നിർത്തും. നായ്ക്കുട്ടി വളരുന്നതനുസരിച്ച് പിന്നെ ചെവികൾ ചുറ്റുകെട്ട് മാറ്റിയാലും ഉയർന്നു തന്നെ നിൽക്കും. 12 മാസത്തിനു ശേഷം ഇങ്ങനെ ചെയ്താലും ചെവികൾ ഉയർന്നു നിൽക്കാറില്ല. ഇന്ന് പല നായ് വളർത്തുകാരും നായ്ക്കളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുമൂലം ചെവി മുറിക്കാറില്ല. പല രാജ്യങ്ങളും ചെവി മുറിക്കുന്നതും നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പൊതുവായി ഡോബർമാൻ മാന്യമായ പെരുമാറ്റവും സ്നേഹവും വിശ്വസ്തതയും ബുദ്ധികൂർമ്മതയുമുള്ള ജനുസാണ്. കാവൽ നായ ആയതുകൊണ്ടുതന്നെ ആക്രമണ സ്വഭാവം അവയ്ക്കുണ്ട്. പക്ഷേ ഡോബർമാൻ നായ്ക്കൾ അവയുടെ ഉടമസ്ഥനെ, കുടുംബാംഗങ്ങൾക്കോ അവയുടെ തന്നെ ഏതെങ്കിലും കൈവശ വസ്തുവിനെയോ അപകടമുണ്ടെന്ന് തോന്നിയാലല്ലാതെ ആക്രമണത്തിന് ഒരുമ്പെടാറില്ല. അമേരിക്കയിലെ ഡിസീസ് കൺട്രോൾ സെന്ററിൻ്റെ ഗവേഷണപ്രകാരം പിറ്റ്ബുൾ ടെറിയർ, റോട്ട്വെയിലർ, ജർമ്മൻ ഷെപ്പേർഡ്, അലക്സൻ മാൽമൂട്ട് തുടങ്ങിയ മറ്റു പല നായ് ജനുസുകളെക്കാളും കുറഞ്ഞ ആക്രമണ നിരക്കാണ് ഡോബർമാൻ പിൻഷർ ജനുസിൻ്റേത്. നായ വളർത്തുകാരുടെ അനുഭവപ്രകാരം നല്ല വംശശുദ്ധിയുള്ള, സാമൂഹികമായി ഇടപഴകാൻ കൂടുതൽ അവസരം ലഭിച്ചിട്ടുള്ള ഡോബർമാൻ നായ്ക്കൾ വളരെ ശാന്ത സ്വഭാവികളും മറ്റു നായ്ക്കളോടും പൂച്ചകളോടും വളരെ ആക്രമണത്വര ഇല്ലാത്തവരുമായിരിക്കും. ഡോബർമാൻ ജനുസിൻ്റെ യജമാനോടുള്ള സംരക്ഷണ മനോഭാവവും മനുഷ്യരെ ശാരീരികമായി ആക്രമിച്ച് കീഴടക്കാനുള്ള കഴിവും മൂലം സംരക്ഷണ നായയായും
കാവൽനായയായും ഇവയെ ഉപയോഗിക്കുന്നു. പോലീസ് ജോലിയിലും സൈന്യത്തിലും ഇവയെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ സൈനിക വിഭാഗമായ മറീനുകൾ ഡോബർമാൻ നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു. ഗുവാം യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിൽ മരിച്ച ഡോബർമാൻ നായ്ക്കൾക്ക് വേണ്ടി ഗുവാമിൽ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ജോലികൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഭീകരതയുടെ ഒരു പരിവേഷം അടുത്ത കാലം വരെ ഡോബർമാൻ പിൻഷർ ജനുസിനുണ്ടായിരുന്നു. പല ചലച്ചിത്രങ്ങളിലും വീഡിയോ ഗെയിമുകളിലുമൊക്കെ അക്രമികാരികളായ ഡോബർമാൻ കഥാപാത്രങ്ങൾ ഇതിനൊരു പരിധിവരെ കാരണമായിട്ടുണ്ട്. ശരാശരി ആരോഗ്യമുള്ള ഡോബർമാൻ ജനുസ് നായയുടെ ആയുസ് 10 വർഷമാണ്. സർവ്വസാധാരണമായി കണ്ടുവരുന്ന രോഗങ്ങൾ ഹൈപ്പോതൈറോയിഡിസം, ക്യാൻസർ, പ്രോഗ്രസീവ് റെറ്റിനൽ അട്രോഫി, തിമിരം, ഗ്ലോക്കോമ, കോപ്പർ ടോക്സിസോക്സിസ്, ഹിപ്പ് ഡിസ്പ്ലേസിയ, പെരിഫറൽ ന്യൂറോപ്പതി എന്നിവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും സുന്ദരമായ ഒരു ദിനം നേരുന്നു.